ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫസ്റ്റ് ടൈം എക്സാമൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടിയില്ലേ? ബുക്കൊക്കെ മാറിയിട്ടുണ്ട്, ടഫാവും, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അല്ലേ? ഒരു കുഴപ്പമുണ്ടായില്ല. മക്കൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയില്ലേ? സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ഹിന്ദിൻ്റെയും ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സും നോട്ട്സൊക്കെ ഒന്നിച്ച് തരാം കേട്ടോ. എഴുതിയെടുത്ത് പഠിക്കണേ. നമുക്ക് വേണ്ടിയിട്ട് സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. യൂണിറ്റ് 3 ജലം നിത്യജീവിതത്തിൽ. ഈ ചിത്രത്തിൽ ഒരു കുട്ടി പറയാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? പുഴയോടാണ് ചോദിക്കുന്നത് അല്ലേ? പുഴ ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. പുഴ മറുപടി പറയാണ്, ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരുപാട് ആവശ്യങ്ങൾക്ക് വെള്ളം വേണം. അപ്പോൾ അടുത്ത ചോദ്യം, പുഴ വെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? കുളിക്കാൻ, കൃഷി ആവശ്യങ്ങൾക്ക്, ശുദ്ധീകരിച്ച ശേഷം കുടിക്കാൻ ഉപയോഗിക്കും. പിന്നെ ജന്തുക്കൾക്ക്, മറ്റു മൃഗങ്ങളൊക്കെ ഈ വെള്ളമാണ് കുടിക്കുക കേട്ടോ. കുടിക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ? പറ്റൂല അല്ലേ? എന്ത് ചെയ്യണം? ഇത് ശുചീകരിച്ച ശേഷം ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ശുചീകരണത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്, അതൊന്ന് വിശകലനം ചെയ്യാം. ഇതാ ഈ ചിത്രം കണ്ടോ? ഇത് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ്. ഇതാ ഫസ്റ്റിൽ വലിയ വലിയ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം വെള്ളം ഒഴുകി വന്നിട്ട് രണ്ടാമത്തേൽ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. മൂന്നാമത്തേത് പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. വലിയ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു ചേർന്നിട്ടുണ്ടാവും, അപ്പോൾ ചെറുതൊക്കെ ഇങ്ങനെ വരും, അത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. നാലാമത്തേത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ പുഴവെള്ളം ശുദ്ധീകരിച്ചു അല്ലേ? 4 ഘട്ടങ്ങൾ, മാലിന്യങ്ങളൊക്കെ അരിച്ചെടുത്തിട്ട് രോഗാണുക്കളൊക്കെ നശിപ്പിച്ചു. ഇനി എന്താണ് അടുത്ത ഘട്ടം? ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളാണ്. അടുത്തത് ടാങ്കിൽ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീടുകളിലേക്ക് പുഴവെള്ളം വരുന്നത് അല്ലേ? അപ്പോൾ കുടിക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തുന്നത്. എന്നാൽ എല്ലാ വീടുകളിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയല്ല അല്ലേ? വീടുകളിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തൊക്കെ സ്രോതസ്സുകളുണ്ട്? എന്തൊക്കെ ഉണ്ടാവും? കിണർ, മഴവെള്ളം, പൈപ്പ് ലൈൻ, കുഴൽ കിണർ, കുളം, അരുവി, ഇവയൊക്കെ വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകളാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? ഇതാ താഴെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ഏകദേശ അളവ്. ഫസ്റ്റ് കോളത്തിൽ ആവശ്യം കുടിക്കാനാണ്. കുടിക്കാൻ എത്ര ലിറ്റർ വേണം? അതിൻ്റെ അളവ് തന്നിട്ടുള്ളത് ലിറ്ററിലാണ്. 2.5 അല്ലെങ്കിൽ 3.5. ഭക്ഷണം പാകം ചെയ്യാൻ, പാത്രങ്ങൾ കഴുകാൻ, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ശുചീകരണത്തിന് മറ്റാവശ്യങ്ങൾക്ക്, ഇവയൊക്കെ ലിറ്ററിനനുസരിച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കി വെക്കുക. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? പട്ടികയിലെ ഉപയോഗമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം താരതമ്യം ചെയ്തു നോക്കൂ. ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം 121.5 ലിറ്ററോ അല്ലെങ്കിൽ 125.5 ലിറ്ററോ വെള്ളമാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എത്രമാത്രം വെള്ളം ആവശ്യമാണ് അല്ലേ? ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവോ? ഇല്ല അല്ലേ? അടുത്തത് കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്ത് 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ചൈനയായിരുന്നു ആദ്യം, ഇപ്പോൾ ഇന്ത്യയാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് കേട്ടോ. മക്കൾ അതൊക്കെ പോയി കാണണം. എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കണം. അത് താഴെ നൽകിയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ്? കുളിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ, ശുചീകരണത്തിന്, ഇതിനൊക്കെയാണല്ലേ കൂടുതൽ വെള്ളം വേണ്ടത്. എൻ്റെ മക്കൾ വെറുതെ വെള്ളമൊന്നും പാഴാക്കരുത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്?
കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എങ്ങനെ കണ്ടെത്താം? നമ്മുടെ വീടുകളിൽ ടാങ്കിൽ വെള്ളം അടിച്ച് വെക്കുമല്ലോ. ചില ടാങ്കുകൾ 1000 ലിറ്റർ ആവും, അല്ലെങ്കിൽ 500 ലിറ്റർ ആവും. അപ്പോൾ ഇത് ഫുള്ളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു ദിവസം എല്ലാവരും ഉപയോഗിച്ചാൽ ഇത് ബാക്കിയുണ്ടോ? അതൊക്കെ കണ്ടെത്താം അല്ലേ. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് താഴെ ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ ഏകദേശ അളവാണ്. ചിത്രം നോക്കൂ. രക്തം 94%, ശ്വാസകോശങ്ങൾ 83%, വൃക്കകൾ 79%, ഹൃദയം, പേശികൾ ഇവയിൽ രണ്ടിലും 75%, തലച്ചോറ് 73%, അസ്ഥി 31%. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? രക്തത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറവ് ജലം അടങ്ങിയിരിക്കുന്ന ഭാഗം ഏത്? അസ്ഥി. 75% ഒരേപോലെ അടങ്ങിയിട്ടുള്ളത് ഹൃദയത്തിലും പേശികളിലുമാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ജലം സസ്യങ്ങളിൽ. സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ്. പല ധർമ്മങ്ങളും ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നുണ്ട്. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? ഒന്ന്, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട്. സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. 2, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്. അതായത് മണ്ണിൽ നിന്ന് വേരുകൾ ജലവും ലവണമൊക്കെ വലിച്ചെടുക്കും അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വലിച്ചെടുത്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നത് ജലമാണ്. 3, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്. അതായത് സസ്യങ്ങൾ ഇലകളിലാണല്ലോ ആഹാരം പാകം ചെയ്യുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണ്. ഇലകളിൽ നിന്നും ഈ ആഹാര സാധനങ്ങൾ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ജലത്തിൻ്റെ മറ്റൊരു ധർമ്മം. 4 ധർമ്മം സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന്. അപ്പോൾ വെള്ളമില്ലാതെ സസ്യങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. എല്ലാ ജീവികൾക്കും ജീവൻ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. നിറവും ആകൃതിയും. നിറവും മണവുമില്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. കുട്ടി പറയാണല്ലേ. ഈ കുട്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ നൽകിയിട്ടുള്ള പട്ടികയൊന്ന് നോക്കാം. ജലപരിശോധന റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. പരിശോധിച്ച ഘടകം: നിറമില്ല, മണമില്ല, ബാക്ടീരിയ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിറവും മണവും ഇല്ലെങ്കിലും ബാക്ടീരിയകൾ അതിലുണ്ടാവും. അതുകൊണ്ട് അത് ശുദ്ധമായ വെള്ളമാവില്ല. ഈ കുട്ടിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നിറവും മണവും ഇല്ലെങ്കിലും ചിലപ്പോൾ അതിൽ ബാക്ടീരിയകൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പോൾ ശുദ്ധമായ വെള്ളം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. ഇത്തരത്തിൽ ജലപരിശോധന കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണോ എന്ന് അറിയാൻ കഴിയും അല്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിൻ്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധന ലാബുകളിൽ എത്തിച്ചാൽ പരിശോധന റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ടിൽ ശുദ്ധമായ വെള്ളമാണോ, അതിൽ ബാക്ടീരിയകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയും. ജലത്തിന് ആകൃതിയുണ്ടോ? ഇല്ല അല്ലേ? പല ആകൃതിയിലുള്ള പാത്രങ്ങളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ ആകൃതിയാണ് ജലം സ്വീകരിക്കുന്നത്. ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ കുപ്പിൻ്റെ ആകൃതിയാണ് ജലം സ്വീകരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ജലത്തിന് ആകൃതിയില്ല, ജലത്തിന് നിറമില്ല. ഇതാ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിലെന്താണ്? 2 കുട്ടികൾ തോണി ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. മുങ്ങുന്നവയും മുങ്ങാത്തവയും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ. താഴെ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ ഏതെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും? നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. കല്ല് വെള്ളത്തിൽ മുങ്ങുന്നു, ബലൂണോ മുങ്ങുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ ഇതാ പൊങ്ങിക്കിടക്കുന്നു എന്ന് എഴുതാം കേട്ടോ. കഷ്ണം വെള്ളത്തിൽ മുങ്ങുന്നില്ല, കർപ്പൂരം വെള്ളത്തിൽ മുങ്ങുന്നില്ല, പ്ലാസ്റ്റിക് വെള്ളത്തിൽ മുങ്ങുന്നില്ല, ഇരുമ്പാണി വെള്ളത്തിൽ മുങ്ങിപ്പോകും കേട്ടോ. ഇല വെള്ളത്തിൽ മുങ്ങുന്നില്ല, മെഴുക് വെള്ളത്തിൽ മുങ്ങുന്നില്ല, ഐസ് വെള്ളത്തിൽ മുങ്ങുന്നില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത്തരം ചില സന്ദർഭങ്ങൾ ഉദാഹരണങ്ങൾ എഴുതൂ. തന്നിട്ടുണ്ട്. ചങ്ങാട്ടത്തിലെ യാത്ര, കപ്പൽ യാത്ര, മത്സ്യബന്ധനം, ബോട്ടിങ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വെള്ളത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. മക്കളെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും നൽകുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലാണല്ലോ, ഇനി 6-7 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇനി ഇതിലും കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഈ ചാനൽ ഒരുക്കുന്നതാണ്. കൂടാതെ USS ക്ലാസ്സുകൾ നൽകുന്നതാണ്. കൂടാതെ ഹൈസ്കൂൾ ലെവൽ വരെയുള്ള ക്വിസ് വീഡിയോസും LSS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ.